ഇത് മോൾ അവളുടെ കഴുത്തിലിട്ട് കൊടുക്കുക. ആ ഇത് കൊള്ളാലോ, നന്നായിട്ടുണ്ട്. ദേ, ഇനി ആര് ദക്ഷിണ വാങ്ങിയില്ലെങ്കിലും ഒരു കുഴപ്പമില്ല. ചടങ്ങിന് മുമ്പ് രണ്ടുപേരും അച്ഛന്റെ കാല് തൊട്ട് അനുഗ്രഹം വാങ്ങിച്ചാൽ മതി. ഇത് പുതിയ നെക്ലസ് ആണോ? കൊള്ളാലോ. അച്ഛന് സമ്മാനം. അത് നന്നായി. അച്ഛാ, നന്ദേട്ടനും സന്ദീപും കൂടി പുറത്തേക്ക് പോകാൻ തുടങ്ങുക. പോവരുതെന്ന് ഞാൻ പറഞ്ഞിട്ട് കേൾക്കുന്നില്ല. അവരോട് ഞാൻ സംസാരിക്കാം. ഇത് ഏട്ടത്തി സച്ചേട്ടനും കൂടെ വാങ്ങിച്ചു കൊടുത്ത സാരിയല്ലേ? നന്നായിട്ടുണ്ടല്ലേ? അനഘേ, നീ ഇവളുടെ ബാക്കി ഓർണമെന്റ്സ് ഒക്കെ എടുത്തേ, നമുക്ക് ഇവിടെ ഒരുക്കാം. നന്ദ, നിങ്ങളുടെ തീരുമാനത്തിന് മാറ്റമില്ലെന്ന് ഉറപ്പാണോ? നന്ദേട്ടന്റെ തീരുമാനം തന്നെ എന്റെയും തീരുമാനം. അച്ഛൻ്റെ ആഗ്രഹത്തിന് തടസ്സം നീക്കാൻ വയ്യാത്തോണ്ടാണ് ഞങ്ങളിപ്പോൾ ഇവിടുന്ന് പോകുന്നത്. എങ്കിൽ പിന്നെ നിങ്ങൾക്ക് എൻ്റെ ആഗ്രഹത്തിൻ്റെ കൂടെ നിന്നൂടെ? നിങ്ങൾ പിണങ്ങിപ്പോയാൽ അത് എൻ്റെ മോൾക്ക് വിഷമാവും. ഞങ്ങളും അച്ഛൻ്റെ മക്കളാണ്. അവളുടെ സങ്കടം മാത്രം കേൾക്കുന്നതിനിടയിൽ അച്ഛൻ ഞങ്ങളെക്കുറിച്ച് ഓർക്കുന്നത് നല്ലതാ. അച്ഛാ, ഞങ്ങൾക്ക് ഓഫീസിൽ ജോലിയുണ്ട്. ഞാൻ കാണാത്ത ഓഫീസിലാണോ നീ ഇരിക്കുന്നത്? അച്ഛാ, നന്ദേട്ടൻ പറഞ്ഞല്ലോ, അച്ഛന്റെ ആഗ്രഹത്തിനനുസരിച്ച് തന്നെ കാര്യങ്ങൾ നടത്തിക്കോളൂ. ഞങ്ങൾക്കതിൽ ഒരു തടസ്സവും ഇല്ല. അതുകൊണ്ട് തന്നെ ഒരു പ്രശ്നത്തിനും ഞങ്ങളില്ല. മറ്റാരൊക്കെ ഉണ്ടെങ്കിലും അതൊന്നും നിങ്ങൾക്ക് പകരമാകില്ല. ഇത് പകരത്തിൻ്റെ പ്രശ്നമൊന്നുമല്ല അച്ഛാ. ഞങ്ങൾ രണ്ടുപേരും ഇവിടെ വന്നാൽ അച്ഛൻ്റെ ആഗ്രഹം പോലെ നടക്കത്തില്ല. അതിനേക്കാൾ നല്ലത് ഞങ്ങൾ പോകുന്നതാണ്. അവളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത് അല്ല, അവളുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട കാര്യം നടത്താൻ കാത്തിരുന്നവരാ നമ്മളെല്ലാവരും. ആ സമയത്ത് അവൾ നമ്മളെ ധിക്കരിച്ചു പോയി. അന്ന് അവൾക്ക് ഞങ്ങളെ ആവശ്യമില്ലായിരുന്നു. ഇപ്പം അവളുടെ ജീവിതത്തിലെ ദോഷം മാറാൻ അച്ഛൻ വീണ്ടും ആ ചടങ്ങ് നടത്തുന്നു. ഞങ്ങളില്ലെങ്കിൽ ആ ദോഷം മാറും. നിങ്ങളെപ്പോലെ തന്നെയല്ലേ സച്ചി? എന്നിട്ട് അവൻ പങ്കെടുക്കുന്നുണ്ടല്ലോ. എന്തുകൊണ്ടാണെന്നറിയോ? അവൻ ഈ കുടുംബത്തോട് സ്നേഹമുള്ളതുകൊണ്ട്. എങ്കിൽ ഈ കാര്യത്തിൽ ഞങ്ങൾ കുടുംബസ്നേഹികളല്ലെന്ന് അച്ഛൻ വിചാരിച്ചാലും കുഴപ്പമൊന്നുമില്ല. ദയവ് ചെയ്ത് അച്ഛൻ ഞങ്ങളെ നിർബന്ധിക്കരുത്. അച്ഛനെ എതിർക്കുന്നതും നിഷേധിക്കുന്നതും ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് അച്ഛൻ കാണാതെ പോകാമെന്ന് വിചാരിച്ചതും. അച്ഛൻ്റെ ആഗ്രഹം പോലെ നടക്കട്ടെ. സന്ദീപേ, വാ. അപ്പോ ഞാൻ പറഞ്ഞൊന്നും നിന്റെ തലേ കേറിയിട്ടില്ല. നിനക്കെന്നെ ഇതുവരെയായിട്ടും മനസ്സിലായിട്ടില്ല. എന്നെ എന്റെ വഴിക്ക് വിട്ടേക്കാൻ ഞാൻ പറഞ്ഞു. വെറുതെ എന്റെ പിന്നാലെ നടന്ന് എന്നെ ഉപദ്രവിക്കരുത്. എന്നെ നിനക്കറിയാലോ.
ഒരു പരിധി കഴിഞ്ഞാൽ പിന്നെ എന്റെ നിയന്ത്രണം വിട്ടുപോകും. നിന്നോട് ഇവിടുന്ന് എവിടേക്കെങ്കിലും ഇറങ്ങിപ്പോവാൻ ഞാൻ പറഞ്ഞതല്ലേ? എന്തിനീ നാടകം? ഒരിക്കൽ അവളുടെ കഴുത്തിൽ നീ താലി കെട്ടിയതല്ലേ? ഇത് അർച്ചനയുടെ പ്ലാൻ ആണെന്ന് നിനക്ക് എന്താ ഇതുവരെ മനസ്സിലാവാത്തത്? ആരുടെ പ്ലാൻ ആയാലും ഇതൊരു നല്ല കാര്യമാ. നെല്ലിശ്ശേരിയിലെ പൂജാമുറിക്ക് മുൻപിൽ ഞാൻ സ്നേഹയുടെ കഴുത്തിൽ ഒരിക്കൽ കൂടി മാല ഇടുന്നതോടെ സേതുമാധവന്റെ മരുമകൻ എന്ന് എന്റെ സ്ഥാനം ഉറയ്ക്കും. എന്നെ ചതിച്ചിട്ട് സേതുമാധവന്റെ മരുമകനായി എന്റെ മുന്നിൽ തന്നെ ഞെളിഞ്ഞു നിൽക്കാന്നാണോ നീ വിചാരിക്കുന്നത്? അവന്തികെ, ഇനിയെങ്കിലും നീ നന്നാവുമെന്നാണ് എന്റെ പ്രതീക്ഷ. പഴയതെല്ലാം ഞാൻ മറക്കാൻ ശ്രമിക്കുക. ഒരു പുതിയ മനുഷ്യനായി ജീവിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിന് നീ തടസ്സം നിൽക്കരുത്. ഇതെന്റെ റിക്വസ്റ്റ് ആണ്. പ്ലീസ് എന്നെ ജീവിക്കാൻ അനുവദിക്കേ. അതിനേക്കാൾ നല്ലത് നീ മരിക്കുന്നതാ. തിരുമേനി, സമയായി. തുടങ്ങാം. തുടങ്ങാം. രണ്ടുപേരും അങ്ങോട്ട് ചേർന്ന് നിന്നോളൂ. ഇത് കുട്ടിയുടെ കഴുത്തിലോട്ട് അങ്ങോട്ട് കെട്ടിക്കൊടുക്കുക. ആദ്യം രണ്ടുപേരും അച്ഛന്റെ കാല് തൊട്ട് അനുഗ്രഹം വാങ്ങിക്കേ. മോളെ, രണ്ടുപേരും ഏട്ടന്റെ കാലോട്ട് അനുഗ്രഹം വാങ്ങിക്കേ. തിരുമേനി, ആ താലി അങ്ങോട്ട് കൊടുത്തോളൂ. അപശകുനമാണല്ലോ കണ്ടത്. താലി കെട്ടാൻ പോകുമ്പോ നിലവിളക്ക് താഴെ വീഴുന്നത് ശുഭാണോ തിരുമേനി? ഈ ചടങ്ങ് മാറ്റിവെക്കുന്നതല്ലേ നല്ലത്?
ഒരിക്കൽ തെറ്റിയ മുഹൂർത്തം ഇപ്പോഴും ശരിയായിട്ടില്ല. ഇത് അവശകനമൊന്നുമല്ല. നേരത്തെ ഞാൻ ആ വിളക്ക് വെച്ച് അത് ശരിയായില്ല. അപ്പോൾ തന്നെ അത് വീഴേണ്ടതായിരുന്നു. ഇപ്പോൾ എൻ്റെ കയ്യും തട്ടിയപ്പോൾ അത് വീണെന്നേ ഉള്ളൂ. അല്ലാതെ മുഹൂർത്തത്തിനൊന്നും ഒരു കുഴപ്പമില്ല. ഞാനിപ്പോൾ അത് ശരിയാക്കാം. ഇപ്പൊ എല്ലാവർക്കും കാര്യം മനസ്സിലായില്ലേ? അബദ്ധത്തിൽ സംഭവിക്കുന്നതും അപശകനം കൊണ്ട് സംഭവിക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. ചടങ്ങ് മാറ്റിവെക്കേണ്ട ഒരു കാര്യമില്ലെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? ഇനി താമസിപ്പിക്കണ്ട അല്ലേ തിരുമേനി? പിന്നല്ലാതെ താൻ ധൈര്യമായിട്ട് താലി ഇട്ടുക, എല്ലാം ശുഭമാവും. ഇനി തൊഴുതോളൂ. നിങ്ങൾ വെല്ലുവിളിച്ചിട്ട് ഇപ്പൊ എന്തായി? അവിടെ അവരുടെ കല്യാണത്തിന്റെ ചടങ്ങുകൾ നടക്കുക. അത് സഹിക്കാൻ വയ്യാതെയാണ് നിങ്ങൾ ഇവിടെ വന്ന് നിൽക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി. മതി നിന്റെ പരിഹാസം, നിർത്തിക്കോ. എന്നെ തോൽപ്പിച്ചൊന്നും നീ വിചാരിക്കുന്നുണ്ടാവും. അത് വെറുതെയാ, അതിനധികം ആയുസില്ല. വെല്ലുവിളിച്ച് തോറ്റുപോകുന്നവരുടെ ആശ്വാസം മാത്രം നിങ്ങൾ ഇപ്പൊ ഈ പറയുന്നത്. അവര് രണ്ടുപേരും കൂടി നല്ല അന്തസ്സായിട്ട് ജീവിക്കും, നിങ്ങളുടെ കൺമുന്നിൽ തന്നെ. എങ്കിലേ നിനക്ക് തെറ്റിപ്പോയി. അവന്റെ യഥാർത്ഥ രൂപം ഇനിയും നിനക്ക് മനസ്സിലായിട്ടില്ല. അത് ശരിയായിരിക്കും. അവനെ ഏറ്റവും കൂടുതൽ അറിയാവുന്നത് നിങ്ങൾക്കാണല്ലോ. പക്ഷേ നിങ്ങൾക്കറിയാത്ത ഒന്ന് എനിക്കറിയാം. അവര് തമ്മിൽ നല്ല സ്നേഹത്തിലും ഒരുമിച്ച് ജീവിക്കാൻ വേണ്ട മനപ്പൊരുത്തവും ഇഴയടുപ്പവും അവർക്കിടയിലുണ്ട്. ചിക്കൻ ബോക്സ് പിടിച്ചു കിടന്നപ്പോ ഞാനത് മനസ്സിലാക്കിയിട്ടുള്ളതാ. അതുകൊണ്ട് ഈ ചടങ്ങ് നടത്താൻ ഞാൻ മുൻകൈയെടുത്തത്. അവളെടുത്ത് മടി വെച്ചിരിക്കുന്നത് തീക്കനലിനെയാണെന്ന് താമസിയാതെ അവൾക്ക് മനസ്സിലാവും. ഈ സന്തോഷമെല്ലാം അന്ന് അവസാനിക്കും. എന്താ സംഭവിക്കാൻ പോകുന്നെന്ന് നമുക്ക് കാണാം. കാണാൻ പോകുന്ന കാഴ്ചയെ നീ വിചാരിക്കുന്നതല്ല. അവളുടെ ജീവിതം കത്തിയിരിയാനാ പോകുന്നത്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് അവളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതിനൊക്കെ നീ മാത്രമായിരിക്കും ഉത്തരവാദി. ആ ജ്യോത്സ്യം പറഞ്ഞതാ ശരി. അശുഭമായ സമയത്ത് താലി കെട്ടിയവരാ അവര്. അത് അധികകാലം നീണ്ടു നിൽക്കില്ല. അതിന്റെ സൂചനയാണ് ഇപ്പൊ വീണ്ടും കണ്ടത്. പൂജാമുറിയിലെ വിളക്ക് മറിഞ്ഞു വീണില്ലേ? അതൊരു നല്ല സൂചനയാണോ? ഒരു വിളക്ക് വീണതുകൊണ്ട് അവരുടെ ഉള്ളിലെ സ്നേഹമൊന്നും ഇല്ലാതാവുന്നില്ല. അവര് തമ്മിൽ വേർപിരിയാനും പോകുന്നില്ല. നിങ്ങൾ കരുതുന്ന പോലെയല്ല യഥാർത്ഥത്തിൽ ധനുഷ്. അവളോടുള്ള അവന്റെ സ്നേഹം
ആത്മാർത്ഥത നിറഞ്ഞത് തന്നെയാ. അത് നിങ്ങൾക്കെപ്പോഴും മനസ്സിലായിട്ടില്ല. ജീവിതത്തിലെ ഏത് കടമ്പയും മറികടക്കാൻ അവർ തമ്മിലുള്ള മനപ്പൊരുത്തം തന്നെ ധാരാളമാ. അവിടെ ചടങ്ങുകൾ തീർന്നിട്ടില്ല. അതിനിപ്പോ ഞാൻ എന്ത് വേണം? നിങ്ങൾ വന്ന് അതൊന്ന് കാണണം. കഴിയുമെങ്കിൽ മനസ്സ് തുറന്നൊന്ന് അവരെ അനുഗ്രഹിക്കണം. അവർക്കൊരു നല്ല ജീവിതം ഉണ്ടാവാൻ വേണ്ടി പ്രാർത്ഥിക്കണം. ഇന്നലെ വരെ നിങ്ങൾ തമ്മിലുണ്ടായിരുന്ന ബന്ധം എന്തായിരുന്നാലും അതെല്ലാം നിങ്ങളുടെ മനസ്സിൽ നിന്ന് മായ്ച്ചു കളയണം. ഇന്നു മുതൽ അവരൊരു പുതിയ ജീവിതം തുടങ്ങുക. അവർക്കിടയിൽ നിങ്ങൾ കാരണം ഒരു പ്രശ്നം ഉണ്ടാവരുത്. ഉണ്ടായാൽ അത് നെല്ലിശ്ശേരിയിലെ നിങ്ങളുടെ ജീവിതത്തിന്റെയും കൂടി അവസാനമായിരിക്കും. അത് മറക്കണ്ട. കൊള്ളാം. പക്ഷേ എന്റെ ഭീഷണിയൊന്നും എന്നോട് വേണ്ട. നെല്ലിശ്ശേരിയിലെ എന്റെ ജീവിതം എവിടെ വരെ ഉണ്ടാവുമെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. അവനെ എന്നെക്കുറിച്ചുള്ള ചില കാര്യങ്ങളൊക്കെ നീ കണ്ടുപിടിച്ചു എന്ന് എനിക്കറിയാം. എന്നാ നീ അറിയാത്ത പലതും ഉണ്ട്. ഒരിക്കൽ നീ അതൊക്കെ അറിയും. ഇപ്പൊ നീ ചെയ്തതോർത്ത് അന്ന് നീ പശ്ചാത്തപിക്കും. ഒരു കാര്യം ഞാൻ നിന്നോട് പറയാം. വേണമെങ്കിൽ ഇത് നിനക്കൊരു വെല്ലുവിളിയായിട്ട് എടുക്കാം. സ്നേഹയുടെയും ധനുഷിന്റെയും ജീവിതം ഒരു പരാജയം തന്നെ ആയിരിക്കും. അവനെ നേരെയാക്കാൻ ഒരിക്കലും അവക്ക് പറ്റില്ല. ഒരു പെണ്ണ് വിചാരിച്ച നേരെയാക്കാൻ പറ്റാത്ത ഒരാണും ഈ ലോകത്തില്ല. എത്ര ദുഷ്ടനായിരുന്നാലും സ്നേഹപൂർണമായ പെണ്ണിന്റെ വാക്കിനു മുന്നിൽ, കരുതലോടെയുള്ള ഒരു തലോടലിന് മുന്നിൽ അവൻ കീഴടങ്ങിയിരിക്കും. പിന്നെ ഇപ്പൊ അവര് ജീവിച്ചു തുടങ്ങിയതേ ഉള്ളൂ. നാളെ അവർക്ക് കുഞ്ഞുങ്ങളുണ്ടാവും. ആ കുഞ്ഞുങ്ങളെ വളർത്തുന്നതിനെ കുറിച്ചുള്ള സ്വപ്നങ്ങളുണ്ടാവും. അവരച്ഛനും അമ്മയും ആവും. അതോടെ അവർ സന്തോഷത്തോടെ ജീവിച്ചു തുടങ്ങും. പിന്നെ ഒരു കാര്യം കൂടി മനസ്സിലാക്കിക്കും. ഈ നിമിഷം മുതൽ അവൻ സ്നേഹയുടെ ഭർത്താവ് മാത്രമല്ല, നെല്ലിശ്ശേരിയിലെ സേതുമാധവന്റെ മരുമകൻ കൂടിയ. എന്നുവെച്ചാ നിങ്ങളുടെ താഴെയല്ല, നിങ്ങളെക്കാൾ ഒരു പടി മുകളില ഈ വീട്ടിൽ അവന്റെ സ്ഥാനം. അത് മനസ്സിലാകണമെങ്കിൽ അവിടെ നടക്കുന്ന ചടങ്ങൊന്ന് വന്ന് കാണണം. വാ, ആ ചടങ്ങ് നിങ്ങൾക്ക് കാണിച്ചു തരാം. വാ. നിങ്ങളങ്ങോട്ടൊന്ന് നോക്ക്. എന്നിട്ടാ കാഴ്ച കണ്ണു നിറയൊന്ന് കാണാം. അവന്തികേ, ഇങ്ങോട്ട് വാ. വാ. മോളെ, ഏട്ടത്തിയുടെ കാല് തൊട്ട് അനുഗ്രഹം വാങ്ങിയില്ലല്ലോ. അവന്തികേട്ടത്തിയുടെ കാല് തൊട്ട് അനുഗ്രഹം വാങ്ങും. എനിക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് ഏട്ടത്തിയുടെ അനുഗ്രഹം. മറ്റൊന്നും കൊണ്ടല്ല, ഈ വീട്ടിലെ മൂത്ത മരുമകള് അവന്തിയേട്ടത്തിയല്ലേ, അതുകൊണ്ട്. ചെല്ലു മോളെ. ഇതൊന്നും എനിക്കിഷ്ടമല്ല. കാലഹരണപ്പെട്ട ആചാരങ്ങളാ ഇതൊക്കെ. പലതും കാലഹരണപ്പെട്ടതാണ്. ഉപേക്ഷിക്കേണ്ട സമയമായി. ഈ ജ്യൂസ് കുടിക്ക്. നിങ്ങളുടെ ഉള്ളിലിപ്പം നല്ല പൊള്ളുന്ന ചൂടായിരിക്കും. ഇതങ്ങ് ചെല്ലുമ്പോ നല്ലതുപോലെ തണുത്തോളും. ദാ കുടിക്ക്. ആഘോഷങ്ങളൊന്നും വേണ്ടെന്ന് ജോത്സ്യം പറഞ്ഞതുകൊണ്ടാ. അല്ലെങ്കിൽ മോളുടെ കല്യാണം അച്ഛൻ ഗംഭീരമായിട്ട് നടത്തുമായിരുന്നു. ഇപ്പൊ തന്നെ എല്ലാം ഗംഭീരമായി. അച്ഛന്റെ അനുഗ്രഹത്തെക്കാൾ വലുതായിട്ട് ഇവർക്ക് എന്താ വേണ്ടത്? മോള് പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഇതൊന്നും ഇത്ര ഗംഭീരമായിട്ട് നടക്കില്ലായിരുന്നു. നിന്റെ ജീവിതത്തിലെ സന്തോഷം കാണുന്നത് തന്നെയാണ് ഞങ്ങളുടെ എല്ലാവരുടെയും സന്തോഷം.
എന്തിനും നിന്റെ കൂടെ ഞങ്ങളുണ്ട്.